ഇനിയും വൈകിട്ടില്ല എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെയിരിക്കെ ഒരു ദിവസം സാമുവേൽ വളരെ സന്തോഷത്തോടെ വന്ന് ഡേവിഡിനോട് പറഞ്ഞു, സാമിനൊരു പണി കിട്ടി. എവിടെയാ? വളരെ സന്തോഷത്തോടെ ഡേവിഡ് ചോദിച്ചു. പോലീസിൽ കോൺസ്റ്റബിളായിട്ട്. ഉടൻ ലൈസാമ ഇറങ്ങി വന്നൊരു പരിഹാസച്ചിരിയോടെ സാമുവേലിനോട് പറഞ്ഞു, ഇനിയൊന്നും പേടിക്കണ്ട, ഏത് തെണ്ടിക്കും കിട്ടുന്ന പണി കിട്ടിയല്ലോ. സാമുവേൽ വേദനയോടെ ഡേവിഡിനെ നോക്കി. ഉടനെ ലൈസാമ, എന്നാ നോക്കുന്നേ? ഞാൻ പറഞ്ഞതങ്ങ് ബോധിച്ചില്ലേ? അവർ അഹങ്കാരത്തോടെ അകത്തോട്ട് കയറിപ്പോയി. ഡേവിഡ് സാമുവേലിൻ്റെ തോളിൽ പിടിച്ച് തട്ടിയിട്ട് പറഞ്ഞു, താനത് മറന്നുകള, തൻ്റെ മകൻ നന്നായി വരും. അവൻ ഗുരുത്വമുള്ളവനാ. തിരിഞ്ഞു നടക്കുമ്പോൾ സാമുവേൽ ഓർത്തു, എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങാതിരുന്ന സ്ത്രീയാണ് ലൈസാമ. ഞാൻ ഈ കൂലിപ്പണി ചെയ്തു കൊണ്ടുവരുന്നതിൻ്റെ ഓഹരി പറ്റിയിട്ടുണ്ട്. എല്ലാം അവർ മറന്നു. എന്തേലും ആവട്ടെ. സാമിന് ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നിയത് ലേഖയ്ക്കായിരുന്നു. ലേഖയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിറ്റേന്ന് പള്ളിയിൽ വെച്ച് ലേഖ സാമിനെ കണ്ടു. പള്ളി പിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ സാം ഓടി വന്ന് ലേഖയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു മിഠായി എടുത്ത് ലേഖയ്ക്ക് നൽകിയിട്ട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി. ലേഖ സാമിനോട് ചോദിച്ചു, എന്നാണ് പോവേണ്ടത് ജോയിൻ ചെയ്യാൻ? സാം പറഞ്ഞു, ട്രെയിനിങ് ആണ്. അതിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചാൽ സബ് ഇൻസ്പെക്ടർ ആകാം. ഭാഗ്യമുണ്ടെങ്കിൽ. ആർക്ക്? ലേഖ ചോദിച്ചു. ചിരിച്ചുകൊണ്ട് സാം പറഞ്ഞു, ലേഖയ്ക്ക്. കുറച്ച് കഴിയട്ടെ, ഞാൻ വരുന്നുണ്ട്. എന്തിന്? ലേഖയെ മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറയാൻ. അവർ പിരിഞ്ഞു. ഇനി ട്രെയിനിങ് കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞ് പള്ളി പിരിഞ്ഞ് സാമിനോടൊപ്പം ലേഖ നടന്നു വരുന്നത് ചൂടോടെ വീട്ടിൽ അറിയിച്ചു അയൽപക്കത്തെ ആകാശവാണി കത്രീനാമ്മ. നാട്ടിൽ എന്ത് വാർത്തയുണ്ടെങ്കിലും പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു നടക്കും. വീടിൻ്റെ പടിക്കലെത്തിയത് ലൈസാമ ഉറഞ്ഞു തുള്ളി നിൽപ്പുണ്ട്. കൂടെ അലക്സിൻ്റെ ഭാര്യ ആൻസിയും. ആൻസിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആൻസിയുടെ സഹോദരൻ ആൽബർട്ടുമായി ലേഖയെ വിവാഹം കഴിപ്പിക്കുക. മുഴുക്കുടിയനും തോന്നിയവാസിയുമാണ് അവൻ. വീട്ടിൽ വന്ന ലേഖയ്ക്ക് വട്ടമിട്ട് പറക്കലാണ് അവൻ്റെ തൊഴിൽ. മൊത്തത്തിൽ ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി കുടുംബം ഭരിക്കാം. ഇതാണ് അവരുടെ പ്ലാൻ. ലൈസാമ ലേഖയെ കണ്ട്, നീ ഇത്രയും നേരം എന്ത് ചെയ്യുമായിരുന്നടി? പള്ളി തൂത്തുവാരുമായിരുന്നോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ സാമെന്ന് പറയുന്ന പെറുക്കി ചെറുക്കനുമായി ഒരു ചെങ്ങാത്തവും വേണ്ടെന്ന്? ഇവിടെ ആർക്കും ഇല്ലാത്ത ഒരു സ്നേഹം അവനോട് നിനക്ക് വേണ്ട. തരാതരം കാറുള്ള വീട്ടിലെ പെണ്ണ് നടന്നു വലഞ്ഞു വരുന്നു. അയ്യോ അമ്മച്ചി അങ്ങനെ പറയല്ല. ആൻസിയുടെ വക കമൻറ്റ്. സാമെന്ന് പറഞ്ഞാൽ അവൾക്ക് ദൈവമാ. എൻ്റെ ആങ്ങളയെ കാണുമ്പോഴാ ഇവക്ക് പുച്ഛം. അതെങ്ങനെയാ? നാട്ടിൽ വിലയും നിലയുമുള്ളവരെയൊന്നും ഇവക്കൊന്നും ബോധിക്കില്ല. നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാളയെടുത്ത് നടന്നപ്പം വെട്ടുപിഴച്ചൊരു ജോലി കിട്ടി. അവനെ മതി. ആകാവുന്ന അത്രയും ലേഖയുടെ നേരെ തട്ടി കയറി ആൻസി. ഉടനെ ലൈസാമ പറഞ്ഞു, കെട്ടാമങ്കയായി ഇവിടെ നിന്നു പോയാലും അവൻ്റെ ആശ ഞാൻ നടത്തി കൊടുക്കുകയില്ല. ലേഖയ്ക്ക് പല വിവാഹാലോചനകളും വരുന്നുണ്ട്. ലേഖ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിൻ്റെ അർത്ഥം ഡേവിഡിന് അറിയാമായിരുന്നു. ലേഖയുടെ മനസ്സിൽ സാമുണ്ട്. തൻ്റെ ആശ്രിതൻ്റെ മകനായതുകൊണ്ട് സാമിൻ്റെ കാര്യം വീട്ടിൽ മിണ്ടാൻ പറ്റില്ല. എന്നാൽ സാമിനെപ്പോലൊരു പയ്യനെ കിട്ടാൻ തപസ്സിരിക്കണം. അച്ഛനമ്മമാരെ അനുസരിച്ച് പഠിത്തമില്ലാത്തപ്പോൾ അപ്പനെ തനിക്കാവുന്ന പോലെ സഹായിച്ച് ദുശീലങ്ങളൊന്നുമില്ലാത്ത നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാൻ ഇതിൽ കൂടുതൽ യോഗ്യതകൾ വേണോ? ജീവിതത്തിൽ പണമാണ് എല്ലാം എന്ന് കരുതുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവുമോ? തനിക്കിവിടെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. കുടുംബ സമാധാനമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലുത്. അതിനുവേണ്ടി പലതും കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിക്കാം. താൻ ജീവിതത്തിൽ ചെയ്ത ഏക തെറ്റാണ് ലൈസാമയെപ്പോലൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. എൻ്റെ അപ്പച്ചൻ്റെ വാക്കുകേടാണ് ഞാനത് ചെയ്തത്. ഒരു സാമ്പത്തിക ശേഷിയുമില്ലാത്ത ഒരു പെണ്ണിനൊരു ജീവിതം കൊടുത്താൽ പുണ്യം കിട്ടും. അങ്ങനെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു ശാപമായി തീർന്നു ആ ബന്ധം. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.